പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലതിനെയും നാഥായി നീക്കും. One
സത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോൾ നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. പരിശുദ്ധനും സുതനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായി നീക്കും. ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയും അവന്റെ സേവകന്മാരോട് പറഞ്ഞു. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുക ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. നീ എൻ്റെ വീടിന്റെ മേലാളിയായിരിക്കും. എൻ്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അയച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കഴുത്തിൽ ഒരു സ്വർണ്ണമാല ഇടുകയും ചെയ്തു. അവൻ തന്റെ രണ്ടാം ദിവസത്തിൽ ജോസഫിനെ എടുത്തു. മുട്ടുമടക്കുകയും എന്ന് അവർ അവന് മുൻപേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഫറവോയാണ്. നിന്റെ സമ്മതം കൂടാതെ ഈജിപ്തിലേക്ക് വിടുന്നു ആരും കയ്യോ കാലോ എടുക്കുകയില്ല. അവൻ ജോസഫിന് സാഫ്നത്ത്പാനേയ എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പോത്തിഫറായുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. ജോസഫ് ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു. സർവശരാശരവും നാമകമെന്നാളും മധ്യകുലത്തിൻ രക്ഷകരാം വിശ്വാസം പുനരാഗമനം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. സൃഷ്ടി
ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായിലേക്കും പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരുടെ വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടില്ല. എന്നാൽ ഈ അവസാന നാളുകളിൽ ചില ഉത്തരങ്ങളിൽ അവിടെ നമ്മോട് സംസാരിക്കുന്നു. അവൻ അവിടുത്തെ സർവ്വത്തിലെ അവകാശിയായി നിൽക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മൗര്യത്തെ തേജസ്സും സത്യങ്ങളുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ ബലത്താൽ അവൻ എല്ലാത്തിനെയും കാണുന്നുണ്ടല്ലോ. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതം നിന്നുള്ള ഹൃദയത്തെ വലുതാവത് അവൻ വിളിച്ചു. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായിരുന്ന പോലെ അവൻ അവരെക്കാൾ ശ്രേഷ്ഠനായിട്ട്. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങൾ. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്ത് പറയുന്നു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അവിടെ നിന്നുള്ള ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ ഒരു ദൂതൻ അവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവരിത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരുത്തുവാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ ജനക്കൂട്ടം അവർ ചോദിച്ചു, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നത് എങ്ങനെ? ആരാണ് ഈ മനുഷ്യപുത്രൻ? യേശു അവരോട് പറഞ്ഞു, അല്പസമയത്തേക്ക് കൂടി പ്രകാശം നിങ്ങളുടെ കൂടെയുണ്ട്. അന്ധകാരികളെ കീഴടക്കാതിരിക്കുവാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. അന്ധകാരം നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയുന്നില്ല. നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകരുത്. നിങ്ങൾ പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കുവാൻ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഈശ്വരനിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ,
മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. എന്തിനു വേണ്ടിയാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നത്? രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ ദൈവം മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ ദൈവത്തിന്റെ വാഗ്ദാനമായ തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ദൈവം കൊടുത്തത് പോരാ എന്ന ഒരു ചിന്തയാണ്. നെഹുസ്താൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ദൈവജനം ദൈവത്തിനെതിരായും മോശക്കെതിരായും പിറുപിറുക്കുകയാണ്. ദൈവം രോഷാകുലനാകും. രോഷാകുലനായ ദൈവം അഗ്നേയ സർപ്പങ്ങളെ അയച്ച് ഈ ജനത്തെ കൊല്ലുകയാണ്. മോശ ദൈവത്തിലെത്തി ദൈവശാലെ ആ ജനത്തിന് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് ദൈവം പറയുകയാണ്, പിച്ചള സർപ്പത്തെ ഉയർത്തുക. ആരോഗ്യോ വിശ്വാസത്തോടു കൂടി ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നു, അവരെല്ലാവരും രക്ഷപ്പെടും. ഇന്നും ഇസ്രായേൽ നെഹുസ്താൻ എന്ന സ്ഥലത്ത് ഏകദേശം 3 അടിയോളം പൊക്കത്തിൽ ഒരു തെങ്ങിന്റെ വലുപ്പത്തിൽ തൂണ് സ്ഥാപിച്ച് ആ തൂണിൽ അന്ന് നാട്ടപ്പെട്ട പിച്ചള സർപ്പത്തെ കാണുവാനായി സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്, തന്റെ മരണത്തെ കുറിച്ച് എപ്രകാരമുള്ള മരണമാണ് താൻ വരിക്കുവാൻ പോകുന്നത് എന്ന വ്യക്തമായ ബോധ്യവും കാഴ്ചപ്പാടും തമ്പുരാനുണ്ടായിരുന്നു. ആ മരണ അവബോധമുള്ളവർ യാതൊരു കുസലും കൂടാതെ തന്റെ മരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. 1-ാം പ്രവചനത്തിലൂടെയും 2-ാം പ്രവചനത്തിലൂടെയും 3-ാം പ്രവചനത്തിലൂടെയും അതിന് പുറത്താണ് ഇന്നത്തെ വായന. അസ്വസ്ഥനായ ദൈവം, എന്നാൽ ആ അസ്വസ്ഥയുടെ നടുവിലും അവന് ബോധ്യമുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ഈ മണിക്കൂറിന് വേണ്ടിയാണ്. ഈ മണിക്കൂർ പൂർത്തീകരിക്കുമ്പോഴാണ് രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കുക. ഈ ദൗത്യം പൂർത്തീകരിക്കുമ്പോഴാണ് പിതാവ് മഹത്വപ്പെടുക. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും എല്ലാം ഉണ്ടാകും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകും. തമ്പുരാനെ പോലെ ദൈവിക പദ്ധതികൾക്കായിട്ട് വിട്ടുകൊടുക്കുവാനുള്ള ആ മനസ്സ്, ആ ബോധ്യം, ആ വിശ്വാസം നമുക്ക് വേണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോഴാണ് ജീവിതത്തിന് അർത്ഥവും മാനവും ഉണ്ടാകുക. രണ്ടാമതായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രകാശമുള്ളപ്പോൾ ആ പ്രകാശത്തിലൂടെ സഞ്ചരിക്കണമെന്ന്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവന് ബോധ്യമുണ്ട്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശമെന്ന്. ആ ബോധ്യം ഇവിടെ സുവിശേഷത്തിൽ വീണ്ടും ഈശോ പറയുകയാണ്, നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകുക, പ്രകാശത്തിൽ സഞ്ചരിക്കുക എന്ന്. വെളിച്ചത്തിലേക്കുള്ള നടത്തം തീർച്ചയായും മാനസാന്തരത്തിലൂടെയാണ്. ഇരുട്ടിലേക്കുള്ള നടത്തം അത് തിന്മയിലേക്കുള്ള നടത്തമാണ്. പ്രകാശത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ തീർച്ചയായും മാനസാന്തരം സംഭവിക്കണം. തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഞാൻ പ്രകാശത്തിൽ നിന്ന് മാറിപ്പോയി എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ആ തിരിച്ചറിവിൽ നിന്ന് അനുതപിച്ച് പശ്ചാത്തപിച്ച് തിരിച്ചു വരുവാനായിട്ട് സാധിക്കണം. ആ തിരിച്ചു വരുന്നതിന് വേണ്ടിയാണ് ദൈവം കുമ്പസാരം എന്ന കൂദാശ ഒരുക്കിയിരിക്കുക. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈശോ പറയുകയാണ്, ആ
ആ വെളിച്ചത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അവന്റെ വെളിച്ചത്തിൽ സഞ്ചരിക്കുവാൻ വേണ്ടിയാണ് അവൻ ശിഷ്യന്മാരെ വിളിച്ചത്. അവന്റെ വെളിച്ചത്തിൽ സഞ്ചരിക്കണമെന്ന ആഗ്രഹത്താലാണ് നാം ഓരോരുത്തരും ബലിയർപ്പിക്കുന്നതും അവനെ സ്വീകരിക്കുന്നതും. അവനെ സ്വീകരിക്കുമ്പോഴാണ് നാം അവന്റെ വെളിച്ചത്തിലെ സഞ്ചാരികളായി തീരുക. മൂന്നാമതായി ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മൗലികമായ മരണത്തെ കുറിച്ച്. കുരിശിനെ സംബന്ധിച്ചിടത്തോളം അത് അവഹേളനത്തിന്റെ ചിഹ്നമായിരുന്നു. ആ കുരിശിനെ മഹത്വത്തിന്റെ ചിഹ്നമായി മാറ്റിയത് അവിടുത്തെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണ്. ആ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം തീർച്ചയായിട്ടും മഹത്വരമായിരുന്നു. ആ മഹത്വരമായ മരണം കണ്ടിട്ടാണ് ശതാധിപൻ വിളിച്ചു പറയുക, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു എന്ന്. മറ്റുള്ള മരണത്തെക്കാളൊക്കെ വിഭിന്നമായി നിരാശയുടെ നാശത്തിന്റെ മരണത്തിൽ നിന്ന് വിഭിന്നമായിട്ട് പ്രത്യാശയുടെ വിശ്വാസത്തിന്റെ ബോധ്യത്തിന്റെ രക്ഷാകര പൂർത്തീകരണത്തിന്റെ മരണം കണ്ടിട്ട് ശതാധിപൻ വിളിച്ചു പറയുന്നു, ഈ മനുഷ്യൻ തീർച്ചയായിട്ടും ദൈവപുത്രനായിരുന്നു എന്ന്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തികളും മഹത്വീകൃതമാകുമ്പോൾ തീർച്ചയായിട്ടും നാം രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരാകുകയാണ്. തമിഴാണോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് അവരുടെ പ്രകാശത്തിൽ മുന്നേറുവാനായിട്ട് രക്ഷാകര പദ്ധതിയിൽ സ്ഥാനമർപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെതായി തീരുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആണ്. ലക്ഷ്യമാക്കി വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ, എല്ലാ അധ്യാപകരെയും നമ്മുടെ വികാരിയെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കുന്നു. ആദിമക്രൈസ്ത സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്നേഹവും പ്രാർത്ഥനയും പങ്കുവെക്കുന്ന മനസ്സിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ കൃപ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നയിക്കുന്ന വൈദ്യോച്ചന് ആത്മീയവും ഭൗതികവുമായ എല്ലാ വരങ്ങളും നൽകി അച്ഛന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിതരെയും എല്ലാ ആത്മീയ വരദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ തനിക്ക് വാസമുദ്രത്തിൽ
മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്നേഹമായി കൊല്ലപ്പെട്ടു മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടുവരായിരിക്കുന്നു. പിതാവിന്റെ പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിലെ എളുപ്പം വിദ്യാഭ്യാസങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ആശീർവദിക്കണമേ. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് അജ്ഞാതകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാനൻ സഹവാസവുമേ നമ്മോട് ഉണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ ഉയരട്ടെ. ഹൃദയവികാര വിചാരങ്ങൾ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ.
ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരായ സകല വിശുദ്ധരുടെയും ആരാധകന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഹോശാന പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സുരരേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി പാനം ചെയ്യുകയും നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും
എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങളുടെ മതാധ്യാപകർക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്ക് വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവും എഴുന്നള്ളി വരട്ടെ. അങ്ങനെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ചു സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ
ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അവരോട് അപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അവരുടെ കാരുണ്യത്താൽ നാമെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
4,759 രൂപ. ഹിന്ദി കുർബാന 4,753 രൂപ. സെന്റ് അൽഫോൺസ സെന്റ് സെബാസ്റ്റ്യൻ കുടുംബയോജനം സമർപ്പണം 1,060 രൂപ. 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും 950 രൂപ. സെന്റ് സെബാസ്റ്റ്യൻ മാസത്തിൽ 1,450 രൂപ. സെന്റ് തോമസ് കുടുംബയോജനം ഇന്ന് 5 മണിക്ക് അലക്സ് മുജാറയുടെ വസതി കരുണിയുടെയും നടക്കുന്നതാണ്. ഒക്ടോബർ മാസം പൊതു നമസ്കാര മാസം 22-ാം തീയതി മുതൽ 31-ാം തീയതി വരെയായിരിക്കും പള്ളിയിൽ പൊതു നമസ്കാരം. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ സെന്റ് അൽഫോൺസ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 7 മണിക്ക് കപ്പേളയിൽ പൊതു നമസ്കാരം ഉണ്ടായിരിക്കും. സാധ്യതകൾ പങ്കെടുക്കുക. പള്ളിയുടെ മുൻവശത്ത് ലൈഫ് വീട്ടായ കൊന്ത ഇടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏകദേശം 6,000-7,000 രൂപ വരും. അത് ആരെങ്കിലും സ്പോൺസർ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. നമുക്കുള്ളത് വളരെ പഴക്കമുള്ളതും വലിയ വെയിറ്റുള്ളതുമായ ഒന്നാണ്. ലൈഫ് വീട്ടായ കൊന്ത നമുക്ക് ലഭിക്കും. ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. അടുത്ത മാസത്തിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. വിൻസെന്റ് ഗോൾഡിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷ വരവ് ചെലവ് കണക്കിൽ വരവ് 3,83,666 രൂപ, ചെലവ് 3,41,087 രൂപ, നീക്കിയിരിപ്പ് 36,875 രൂപ. വിശദമായ കണക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ന് 2 മണി മുതൽ 3:30 വരെയായിരിക്കും ലോഗോസ് ബൈബിൾ ക്വിസ് പരീക്ഷ. 1:30 രജിസ്റ്റർ നമ്പർ 4 ടിക്കറ്റ് നൽകുന്നതാണ്. 1:45 പോയി കയറേണ്ടതാണ്. 2 മണി മുതൽ 3:30 വരെയായിരിക്കും മത്സര പരീക്ഷ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലതിനെയും നാഥായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുതകോ പരിശുദ്ധോ ശിവദായകോ ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി താൻ വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി